അപ്പോൾ സാറ്റർഡേ ആണ്. ഇന്ന് പുറത്ത് പോയി കഴിക്കുന്നതിനൊരു വെറൈറ്റി ഇന്ന് വീട്ടിൽ ബിരിയാണി വെക്കാമെന്ന് വെച്ചു. ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങളില്ല, അത് വാങ്ങിക്കാൻ പോവാം. അപ്പോൾ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിയും തക്കാളി മുറിച്ചിടാനുണ്ട്. അപ്പോൾ ഓരോ പണി തീർക്കാനിരിക്കുന്നത്. ഫസ്റ്റ് ചമ്മന്തി, ഉള്ളിയും തക്കാളി മുറിച്ചിടുക. ഇങ്ങനെയാണ് ഓർഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അവിടെ ഇഞ്ചി നടക്കുന്നുണ്ട്. സൂപ്പർവൈസ് ചെയ്യുന്നത് നൈറുമോളാണ്. നൈറുമോൾ എല്ലാ സൈഡും പോയി സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ, തൈര്. ഇത് ആവശ്യത്തിന് വെള്ളം പോലെ ആവാതെ ഒരു പേസ്റ്റ് ആവാൻ മാത്രം. ഇതൊക്കെ വെച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് അരച്ചെടുക്കുക. ചട്നി റെഡി ഫസ്റ്റ് ഐറ്റം. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആക്കുന്ന ഐറ്റംസ് നമ്മൾ ഫസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട്. ചട്നി, സാലഡ്. നെക്സ്റ്റ് ബിരിയാണി മസാല ആക്കാൻ പോവാം. അപ്പം നമ്മൾ ഉരുളിയിലാണ് ചിക്കൻ മസാല ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ ഓയിലോ വെളിച്ചെണ്ണ എന്താണോ നമ്മുടെ പ്രിഫറൻസ് അതിനനുസരിച്ചിട്ട് സാധനം ഒഴിക്കുക. പിന്നെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ഇത് ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി, പച്ചമുളക്. ഇത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇടുക. ഞാൻ വീഡിയോസിൽ പാർട്ട്ണറെ പരിചയപ്പെടുത്തിയിട്ടില്ല, അതാണ് പുതിയ പാർട്ട്ണർ. ഇവിടെ കണ്ടു, ഇവിടുത്തെ എണ്ണ ഇങ്ങനെയാ. കാണുന്നുണ്ടോ? അപ്പോൾ ഈ സാധനമൊക്കെ നമുക്ക് എണ്ണയിലിടാം. ഇപ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും, ഞാൻ ബാക്കോട്ടേക്ക് ഓടും. കയ്യിലില്ല. ഇതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് ഉള്ളി ഇടാം. സൈഡിൽ പായസം കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഉള്ളി ഇട്ടു. ഇനി പെട്ടെന്നൊരു വാടൽ നടക്കാൻ ഒരു ഷോർട്ട് കട്ട്, കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് വാടും. പുക മണക്കുന്നുണ്ട്. പാലൊന്ന് തിളച്ച് നമ്മളിനി ഇൻസ്റ്റൻറ്റ് മിക്സ് ഇടുകയാണ്. ഡബിൾ ഫോഴ്സിൻ്റെ ഇൻസ്റ്റൻറ്റ് പാലട മിക്സാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നന്നായി കുറുകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഉള്ളി കുറച്ച് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ചിക്കനിൽ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് ആവശ്യമുള്ളത് മാത്രം ചെയ്താൽ മതി. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ചിക്കൻ മസാല, കുരുമുളക് പൊടി. ഇത് കുറച്ച് എണ്ണ കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ചിക്കനൊക്കെ ഇടണമല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു എണ്ണ. ഇനി ഇതൊന്ന് പച്ചമണം മാറിക്കഴിഞ്ഞ് നമുക്കിതിൻ്റെ അകത്ത് തക്കാളി ഇടാം. അപ്പം നമ്മൾ പച്ചമണമൊക്കെ മാറി. ഇനി അരിഞ്ഞു വെച്ച തക്കാളി ഇവിടെ ചേർക്കാം. ഇതൊക്കെ ഒരു ഏകദേശ കണക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, നമുക്കിത് ഇതിലേക്ക് ഇനി ചിക്കൻ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. ഇടയ്ക്കിടെ ഒന്ന് തുറന്നിട്ട് ഇളക്കിയാൽ മതിയോ. നമ്മളിനി നെയ്ച്ചോറാക്കാൻ വേണ്ടി പാത്രം വെച്ചിട്ടുണ്ട്. അത് അതിൽ വെള്ളമൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെയ്യിടുക, ചോറിടുക. ഓക്കെ, നമ്മൾ അരിയിടുകയാണ്. അപ്പോൾ പായസം റെഡിയായി. ചിക്കൻ ഓൾമോസ്റ്റ് കുക്കായപ്പോൾ നമ്മൾ അടുപ്പ് മാറ്റി വെച്ച് ചോറ് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. രണ്ട് സെറ്റായിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് മല്ലിപ്പൊടി, ചപ്പൊടി ഇട്ട് ദമ്മിടാം. ലോ ഫ്ലെയിമിൽ ജാസ്റ്റ് കുറച്ച് നേരം വെക്കാം. അപ്പോൾ സൈഡിൽ നിന്ന് എടുക്കുക. അപ്പോൾ ചോറ് കുറവും
പീസ് കൂടുതലും ആയിപ്പോയി. ഫസ്റ്റ് ടൈം അല്ലേ, ഇത്രയും സക്സസ് ആവുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. കുഴപ്പമില്ല, ചെറിയ പോരായ്മകൾ, കുറച്ച് എണ്ണ കൂടിപ്പോയി, അങ്ങനെ കുറച്ച് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ബട്ട് ഓവറോൾ ടേസ്റ്റ് ഉണ്ട്.